ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാവുങ്കാലം മുതൽ പൊള്ളക്കട വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു പോകുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മളിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാവുങ്കാൽ വരെയുള്ള ഭാഗങ്ങളുടെ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്ന് മാവുങ്കാൽ മുതൽ പൊള്ളക്കട വരെയുള്ള പുതിയൊരു വീഡിയോ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം മാവുങ്കാൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് അതിവേഗത്തിലാണ് പുരോഗമിച്ച് വരുന്നുള്ളത്. അപ്പം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നു വരികയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ അവസാനം ഈ ഭാഗത്താണ് എത്തിയത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കോട്ടച്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ആടെ ഒരു അണ്ടർപാസ് 40 മീറ്റർ വീതിയുള്ള അണ്ടർപാസ് വേണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നിങ്ങളാരും വീഡിയോ കണ്ടില്ല എന്ന് കരുതുന്നു, അഭിപ്രായം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെറിയ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ താഴെ ഭാഗമൊന്നും കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നല്ല ഫുൾ ക്വാളിറ്റിയിലാണ്, അതിനനുസരിച്ചിട്ടുള്ള ഫുൾ ക്വാളിറ്റിയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഏകദേശം നമ്മൾ മാവുങ്കാൽ കഴിഞ്ഞ് രാംനഗർ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ചെറിയൊരു അലൈൻമെൻറ്റ് മാറ്റമുണ്ട്. അപ്പം നേരത്തെയുള്ള പഴയ റോഡ് കുറച്ച് കൂടി വളഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാം, ഇടതുവശത്ത് കൂടിയാണ്. പക്ഷേ നിലവിൽ പുതിയ റോഡ് ഇവിടുന്ന് ആ വളവ് മാറ്റുവാനായിട്ടുള്ള റീ അലൈൻമെൻ്റാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു അണ്ടർപാസും കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസ് വളരെ ഒരു അത്ഭുതകരമായ അണ്ടർപാസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ താഴ്ത്തിയിട്ട് ആണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം താഴെ ഭാഗത്ത്. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നല്ല പോലെ വർക്കുകൾ നടന്നു വരികയാണ്. അതായത് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം, ഡ്രെയിനേജിൻ്റെ നിർമ്മാണം നല്ല വേഗത്തിലും ഈ ഭാഗങ്ങളിൽ നടക്കുകയാണ്. ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വലതുവശത്തൂടെയാണ് റിയലമെൻറ്റ് നടക്കുന്ന. ആ ഭാഗത്ത് നല്ല ഉയരത്തിലാണ് റീറ്റൈൻ വാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നല്ലൊരു വർക്കാണ് ആ ഭാഗത്ത് നടക്കേണ്ടത്. ഇപ്പം ഇപ്പോൾ ഏകദേശം ഒരു വിധത്തിൽ റീറ്റൈൻ വാൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുമ്പം മഴയ്ക്ക് വെള്ളം നിങ്ങൾക്ക് കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗത്ത് JCB എക്സ്വേഷൻ നടക്കുകയാണ്. ആ ഭാഗത്ത് മണ്ണ് നിവർത്തുന്ന വർക്ക് ആ ഭാഗത്ത് നടന്നു വരികയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഈ അണ്ടർപാസിൻ്റെ ഭാഗങ്ങളിലേക്കും റീറ്റൈൻ വാള് നിർമ്മാണം നടക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും. പിന്നെ ഇവിടുത്തെ അണ്ടർപാസ് വേറെ അണ്ടർപാസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വശത്ത് എൻട്രി പോയിൻ്റ് ഉണ്ട്, ഒരു വശത്ത് മണ്ണ് നല്ല ഹൈറ്റിലുണ്ട്. ആ ഭാഗത്ത് അങ്ങനെയുള്ള അണ്ടർപാസ്സാണ്. പിന്നെ നിലവിൽ ഈ ഭാഗത്ത് കാണാം റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് 2 വശത്ത് ടാറിങ് പ്രവർത്തികൾ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടി ടാറിങ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. നമ്മുടെ ഈ ഭാഗത്തൊരു വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നു വരികയായിരുന്നു. അപ്പം അതിനിടയിലാണ് ഒരു സ്പാന് ഇളകി വീണത്. അതെല്ലാം കോൺക്രീറ്റ് എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞതിന് ശേഷം സ്പാന് അങ്ങനെ തന്നെ താഴേക്ക് പൊളിഞ്ഞ് വീണതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിർമ്മാണം നടന്നു വരികയാണ്. അതേപോലെ തന്നെ അതിനേക്കുള്ള ഈ വയഡക്റ്റിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും നടക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലും റീറ്റൈൻ വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. പൊളിഞ്ഞു വീണ വയഡക്റ്റിൻ്റെ ഭാഗങ്ങൾ പൊളിച്ച് താഴെ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെള്ളം ഒഴുകി പോകുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് ആ കോൺക്രീറ്റ് ഭാഗങ്ങൾ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്ത് താഴെ വെള്ളം ഒലിച്ച് പോകുന്ന ഭാഗത്തും കാണാം ഇത് ചെയ്ത കോൺക്രീറ്റ് ഭാഗങ്ങൾ താഴെ നിൽക്കുകയാണ് വെള്ളത്തിൽ തന്നെ. അതിപ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും അവർക്ക്. ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തന്നെ അത് തടസ്സമായിട്ട് നിൽക്കും. കാണാൻ സാധിക്കും. നല്ല പോലെ
അതായത് എന്ത് കാരണത്താലാണ് ഇത് പൊളിഞ്ഞു വീണത് എന്നും വ്യക്തമല്ല. പെട്ടെന്ന് അവർ പറയുന്നത് അവിടുന്ന് ഈ ഗർഡറുകൾ നീങ്ങിയത് കാരണം താഴേക്ക് ഒടിഞ്ഞു വീണെന്നാണ്. പിന്നെ ദൈവത്തിന് അറിയാം എന്താണെന്ന്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊന്നും അറിയില്ല, പത്ര റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും ആ വിവരം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ ഭാഗത്തെ ഏരിയർ വ്യൂ അടിപൊളിയാണ്. നല്ല കണ്ടവും തോടും വെള്ളം നിറഞ്ഞ ഈ ഭാഗവും നല്ല അതിമനോഹരമായ ദൃശ്യാനുഭവമാണ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഈ പൊട്ടിപ്പൊളിഞ്ഞ വയലറ്റിലേക്ക് ആവശ്യമായ ഗർഡറുകളുടെ നിർമ്മാണം ഭാഗത്ത് നടന്നു വരികയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഗർഡർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുല്ലൂർ ഭാഗത്ത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇടതുവശത്ത് റീറ്റൻ വാളിൻ്റെ നിർമ്മാണം പകുതി വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം വലതുവശത്ത് ഇപ്പോൾ മണ്ണ് ഇട്ടതിന് ശേഷമുള്ള GSP മെറ്റൽ പേവ് ചെയ്യുന്ന പ്രവൃത്തികൾ ആ ഭാഗത്ത് നടന്നിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ വലതുവശത്തും ഇടതുവശത്തും സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇനി നടക്കാനുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ്. അതിനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്ന് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ എക്സവേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡ് നേരത്തെ വലതുവശത്ത് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതേപോലെ തന്നെ ഇടതുവശത്ത് ഇപ്പോൾ നിലവിൽ സാധാരണ ഒരു താൽക്കാലിക റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇടതുവശത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ നിലവിൽ ആ ഭാഗത്ത് റീറ്റൻ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്.
പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് റീറ്റെയിൻ വാളിൻ്റെയും പിന്നെ ഡ്രെയിനേജിൻ്റെ നിർമ്മാണമൊക്കെ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ കൃഷിസ്ഥലം കാണാം, പാടം കാണാം. ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. അപ്പം ഭാഗത്ത് ഡ്രെയിനേജിന് ശേഷം ഒരു ബസ് വേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കണ്ടത്തിൽ ഇപ്പോൾ അതിനുശേഷമുള്ള കണ്ടം കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ആ ഭാഗത്തും റീറ്റെയിൻ വാൾ നിർമ്മാണം നടക്കാനുണ്ട്. അതേപോലെ അതുവഴി ഒരു തോട് പാസ് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തും നല്ല വെള്ളക്കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഈ ഭാഗത്താണ്, ഈ ഭാഗം വരെയാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഭാഗത്തുനിന്ന് നല്ല ഉയരമുള്ള മലയൊക്കെ അടിച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. റോഡിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കുന്നും മലകളും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. നല്ല മനോഹരമായ അടിപൊളി ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കിട്ടുന്നത്. നല്ല കോട വിരിഞ്ഞ കുന്നും മലകളാണ്. നല്ല പച്ചപ്പ് പുതച്ച പോലെയുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗത്ത്. നല്ല കണ്ണിന് കുളിർമയേകുന്ന ഭാഗം കൂടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേരെ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.